ഉള്ളവരെ, നമ്മൾ ഈ സമ്മേളനങ്ങളൊക്കെ നടത്തുമ്പോ, നമ്മൾ ഈ സാമ്പത്തികമായി ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുമ്പോ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തെരഞ്ഞെടുപ്പിനെ നിസ്സാരമായി കാണരുത്. പ്രാദേശികമായ പിണക്കങ്ങളെ കൊണ്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥി തോറ്റുപോകരുത്. അബു തോൽക്കുമ്പോ അബു അല്ല തോൽക്കുന്നത്, ഒന്നൊരാഴ്ച പ്രശ്നം ഉണ്ടാവുള്ളൂ. തോൽക്കുന്നത് മുസ്ലിം ലീഗാണ്. നിങ്ങൾ നിർത്തിയ ചിഹ്നമാണ്. അഭിവന്ദ്യനായ പാണക്കാട്ട് തങ്ങൾ നയിക്കുന്ന ഞാനും നിങ്ങളും മാറോട് ചേർത്ത് വെക്കുന്ന ഈ ഹരിത പതാകയാണ് തോറ്റുപോകുന്നത് എന്ന ബോധം വേണം. ആ ബോധത്തിലാണ് നമ്മുടെ രാഷ്ട്രീയം നയിക്കപ്പെടേണ്ടത്. രാഷ്ട്രീയം ആദർശത്തിന്റെ ആശയത്തിന്റെ ബലത്തിലാണ്. അത്തരത്തിലുള്ള ക്ലാസുകളൊക്കെ ഉണ്ടായി. അങ്ങനെ മനോഹരമായ ഒരു സമ്മേളനമാണ്. വൈയക്തികമായ തർക്ക വിതർക്കങ്ങളല്ല രാഷ്ട്രീയത്തെ തീരുമാനിക്കപ്പെടേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ഒരാൾക്കേ സ്ഥാനാർത്ഥിയാവാൻ കഴിയൂ. ആഗ്രഹിക്കുന്നവർ 10ഓളം വരാം, അല്ലെങ്കിൽ കൂടുതലുമാകാം. ആഗ്രഹിക്കുന്നത് തെറ്റല്ല. പക്ഷേ തീരുമാനം വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇഖ്ലാസ് പുലർത്തേണ്ടത്. നിസ്വാർത്ഥരാവേണ്ടതുണ്ട്, നിഷ്കളങ്കരാവേണ്ടതുണ്ട്, പ്രതിബദ്ധത പാർട്ടിയോടാവേണ്ടതുണ്ട്. ആളുകളെ നോക്കിയല്ല ഈ പാർട്ടി. അഭിവന്ദ്യനായ CH ഒരിക്കൽ പറഞ്ഞത് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാം. CH ഒരിക്കൽ പ്രസംഗിക്കാം. അപ്പം നേതാക്കന്മാർക്ക് ഇങ്ങനെ ഇരിക്കണം. ഒരു CH പറയാം, എന്നെയോ ഈ ഇരിക്കുന്ന നേതാക്കളെയോ കണ്ടിട്ടല്ല നിങ്ങൾ മുസ്ലിം ലീഗ് ആവേണ്ടത്. നിങ്ങൾ ഈ ഹരിത പതാക കണ്ടിട്ട് ആരായി പറയണത്? നമ്മളൊക്കെ CHനെ കണ്ട് ലീഗായവരാ. നമ്മളോട് CH പറയാ, നിങ്ങൾ ഇന്നെ കണ്ടിട്ടില്ല, ഞാനങ്ങ് കഴിഞ്ഞാലും ഈ പതാക നിൽക്കണം, ഈ കൊടി നിൽക്കണം. ഇതൊരു ആദർശമാണ് കൂട്ടരെ. ഇതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്, ബലമുള്ള പ്രത്യയശാസ്ത്രമാണ്. ഇത് തോറ്റുപോകരുത്. ഞാൻ എല്ലായിടത്തും പറയാനുള്ളത് പോലെ മുസ്ലിം ലീഗ് തോറ്റുപോയാൽ ഒരു നാട് തോറ്റുപോവുകയാണ്. ഒതുക്കുങ്ങൾ ഇങ്ങനെ മനോഹരമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന പാടുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് കേരളത്തെക്കുറിച്ച് പാടിവെച്ചത് ശ്രീനാരായണ ഗുരുവാണ്. നമ്മൾ അതിനെ ഏറ്റെടുത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നവരാണ്. ഈ നാട് ഇങ്ങനെ നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സാന്നിധ്യമാണ്. ഒതുക്കുങ്ങളിൽ നിങ്ങൾ ഈ കാണുന്ന സകലമാന സൗഭാഗ്യങ്ങളും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സ്വാധീനമാണ്, സാന്നിധ്യമാണ്. ലീഗ് ഉണ്ടാവണം. അതൊരു നന്മയാണ്, അതൊരു വെളിച്ചമാണ്. ആ വിളക്ക് കെട്ടുപോയാൽ പിന്നെ ഇരുട്ടാണ് കൂട്ടരെ നാട്ടിലാകെ പടരുക. അങ്ങനെ ഉണ്ടാകരുത്.